രാവിലെ മഴയാണല്ലോ. ശാംഭവിയേ എന്നാ ഇപ്പൊ എണീറ്റ് വന്നേ? എണീക്കുമ്പോഴേ ചോറോ? പോയി കിടന്നു. മടിയിലോ? ഞാനിവിടെ നിൽക്കുമല്ലേ. എൻ്റെ കൈ തളർന്നു പോയെന്നൊക്കെ പറഞ്ഞ് കൈ മരച്ചിട്ടേ. ആ അങ്ങനെയൊക്കെ പറഞ്ഞേ. ഇന്ന് രാവിലെ തൊട്ട് മഴയാ. ഇച്ചിരി തോർന്നു. വീണ്ടും തുടങ്ങും അടുത്തത്. അയ്യപ്പ ചേട്ടാ ഇവിടെ രാവിലെ കുളത്തിൻ്റെ പണികൾ തുടങ്ങിയിരിക്കുകയാണ്. ആ ചാർജർ എടുത്തോണ്ട് പോയാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു അമ്മ. ചാർജ് എത്ര കളഞ്ഞെന്നറിയോ? ആ ഒരു ചാർജറേ ഉള്ളൂ, അത് കൊണ്ടുപോകണമെന്ന് അവിടെ കിട്ടുമെന്ന് പറയാം. അറിയില്ല. ഓക്കെ, അങ്ങനെ പറയാല്ലേ. പാലെടുത്തിട്ടേ. അല്ലല്ലല്ലല്ല, അതല്ല. കോട്ട് നേരെ വെച്ചേ. മറന്നു പോയതല്ലല്ലോ അത്. ആ പിന്നെ യൂണിഫോം എങ്ങനെയാണോ അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ മതി. ആ വാച്ച് എടുത്തിട്ടേ. ഇടാമെന്നോ? വാച്ച് എന്തേ? ആ എന്തിനാ വാച്ച് എടുത്ത്? ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോകുന്ന പോലെ തന്നെ മതി. പിന്നെ സ്കൂളിൽ പോയുള്ള മാറ്റിച്ചൊന്നും വേണ്ട. വെള്ളമൊക്കെ എടുത്തോ? ബാഗിനകത്ത് കനമില്ലല്ലോ. കൊള്ളാം കേട്ടോ. അത് താത്തിട്ടേക്കമ്മേ, ഞാൻ വരുവാ. ആ ശമ്പൂട്ടാ ഇവിടെ ഇരിക്കുക, അമ്മ പോയിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ, ആ ബൈ. പണിയും വീഡിയോ എടുപ്പും എല്ലാം കൂടെ നടക്കത്തില്ല. ഒന്നാമത് മൊത്തം മണ്ണ.
അതൊക്കെ എങ്ങനെ എടുക്കാനാണ് ഇനി ഇതുപോലെ ഇങ്ങനെ വെച്ച് അവിടം വരെ പോകണം ലാസ്റ്റ് വരെ. ഇനി ഇത്ര പെട്ടിയും കൂടെ ഉള്ളൂ ഇനി കൊണ്ടുവരണം ബാക്കിയുള്ളത്. ഇതിനകത്ത് ഇനി കരികല നിറയ്ക്കണം. അത് കഴിഞ്ഞ് വീണ്ടും മണ്ണ് നിറയ്ക്കണം. ഇതെല്ലാം അങ്ങനെ നിറച്ചേക്കുന്ന എല്ലാം അങ്ങനെ നിറച്ചേക്കുന്ന പകുതി മണ്ണ് പിന്നെ കാൽഭാഗം മണ്ണ് പിന്നെ കരികല പിന്നെ ബാക്കി മണ്ണ്. മോട്ടർ വര എല്ലാവരും പോയി. ഇനിയിപ്പോൾ പരിപാടി നടക്കുക. ശാമ്പതി ഉണ്ടല്ലോ. ഇത്രയും കൂടെ അതിന് ചെയ്യാനുള്ളൂ. ചെറുതായിട്ട് കമ്പൊക്കെ കരിഞ്ഞിട്ടുണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ നമുക്കേ കേക്ക് കുറേ നേരമായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. ആ മലയ്ക്കപ്പുറത്തങ്ങാണ്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പുറം ഒന്നും കാണാനും പറ്റുന്നില്ല. അപ്പോൾ വരുമായിരിക്കും എപ്പോഴേലും. എനിക്ക് അലിൻസൊക്കെ അറിയാം, എല്ലാം അറിയാം എനിക്ക്. അയ്യോ വേറെ ടി വി വെച്ചപ്പോ ടി വി അലൻസ് അപ്പൊ അലിൻസ് അറിഞ്ഞ് പോയോ എത്തണ്ടേ? സമയത്തെ നമ്മളെന്താണ് വരുന്നത്? വെള്ളിയാഴ്ച കേട്ടോ ഞാനും കഴിച്ചില്ല ബേബി. ശ്യാമ മീൻ എത്ര ദിവസം കഴിഞ്ഞാ വരുന്നത്? മൊത്തം എന്തൊക്കെയോ വന്ന് കൊണ്ടുപോയി. തോട് മാത്രം നിൽപ്പുണ്ട്. പച്ച വരെ പറിച്ചേക്കുക. പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല.
പണി. അവിടെ വരണം, അവിടെ നോക്കുന്നത്. ഇവിടാണോ കയ്യാലില്ല എന്ന് പറഞ്ഞേ? അത് തന്നെയല്ല, ഇനിയും ബോക്സ് വേണ്ടേ? ഇനി രണ്ടെണ്ണം ഇത് അവിടെ കടപ്പില്ലെന്ന് തോന്നല്ലോ. ഇവിടെ ഇങ്ങനെ ഈ സോപ്പായിട്ട് ഉള്ള ഇങ്ങനെ പാറയാണ്. അപ്പോൾ അതേ കൊണ്ട് ഇങ്ങനെ ചെരിച്ചുകൊണ്ട് കയ്യാല വെച്ചുകൊണ്ട് എപ്പോഴും ഇടിഞ്ഞു പോയതാണ്. അത് ഇനി നന്നാക്കിയിട്ടില്ല. ഇപ്പോഴും ഇളക്കി നോക്കിയപ്പോഴായിരുന്നു അതിനകത്ത് കയ്യാലില്ലായിരുന്നു. ഒന്ന് മണ്ണിടിഞ്ഞ് കിടക്കുക. പാമ്പറങ്ങിക്കുന്നു. വലുതോ? ചെറുത് കുഞ്ഞിപ്പാമ്പ്. അപ്പോൾ കൈയിട്ട് മാന്തിയില്ലേ അതിനകത്ത്. ഇതേനാ മണടക്കുമ്പോൾ ഒക്കെ കാണാം ഇത് കൂട്ട് ഇഷ്ടം പോലെ. ഇതിച്ചിരി വലുതാണ്. അവിടെ ചോദിന്ന് പണിയാൻ പറ്റത്തില്ല കയ്യാലെ. ഈ ചെരുവായതുകൊണ്ട് ആ കല്ല് എങ്ങനെ ഇരിക്കുമോ അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാൻ പറ്റില്ല. ബലം വേണം. നാരായണി എന്തേ? ആ, നാരായണിയൊക്കെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. നീ വീട്ടിലുള്ള എല്ലാവരെയും നീയല്ലേ നോക്കണ്ടേ? ചേച്ചി വൈകിട്ടേ വരുള്ളൂ. പൊതിച്ചോറ് എന്തിനാ കഴിക്കാൻ? പൊതിച്ചോറോ? എന്തിനാ മേടിക്കുന്നേ? വേണ്ടെന്നേ. ചോറെപ്പോഴാ? പൊതിച്ചോറിന് എന്നാ വെള്ളം കറി വെക്കാം. അവിയൽ മാത്രം മതിയോ? പിന്നെ എന്നാ വേണം? ഇടിച്ചക്കത്തോരനായിരിക്കും ഉദ്ദേശിച്ചേ. പുലിശ്ശേരി, അച്ചാറ്, സാമ്പാർ. ഓക്കെ. നമുക്കേ ഇല വെട്ടി സദ്യ കഴിക്കണ്ട. നമുക്ക് ഓണം ഇല്ലല്ലോ ഈ പ്രാവശ്യം. കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ കാക്കമ്മ ഉണ്ടായിരുന്നു. ഈ ഓണത്തിന് കാക്കമ്മ ഇല്ല. അപ്പൊ നമുക്ക് ഓണമില്ല. ഊഞ്ഞാലിവിടെ ഉണ്ടല്ലോ. ഞാൻ അടുത്ത് തന്നെ വേണ്ടേ? ജെറ്റോ? ഏത്? വേണ്ട വേണ്ട, അത് എൻ്റെ വകുപ്പല്ല, അത് നാരായണൻ്റെ വകുപ്പ്. അത് നാരായണ ചോദിച്ചോ. ഓക്കെ. നല്ല വെയിലാണല്ലോ.
എൻ്റെ നമ്പർ 9895. എൻ്റെ ആവശ്യം എനിക്കുണ്ടെന്ന് പറയും. അല്ല നിങ്ങൾക്കുണ്ട്, എനിക്ക് എൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് എന്നാ കാര്യം എനിക്ക്?